ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എനിക്ക് എല്ലാവരും സപ്പോർട്ട് വേണേ. കഴിഞ്ഞ ദിവസം മുതൽ സ്കൂളിലേക്ക് ഒരു ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പട്ടാമ്പി പാലം കഴിഞ്ഞ് പോയിട്ട് വേണം, പട്ടാമ്പി കഴിഞ്ഞിട്ട് വേണം. എനിക്ക് ആ ഏരിയ ഒന്നും അറിയില്ല. അങ്ങനെ കൊടുമുണ്ട കൊപ്പം ഏരിയ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലതിക ടീച്ചറും ഷീജ ടീച്ചറും ജ്യോതിലക്ഷ്മി ടീച്ചറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വേറെ വേറെ സ്കൂളിലാണല്ലോ. അപ്പോൾ ലതിക ടീച്ചറും ഷീജ ടീച്ചറും പിന്നെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ്. അപ്പോൾ പട്ടാമ്പി കഴിഞ്ഞിട്ട് പട്ടാമ്പി പാലം കൈവരിയൊക്കെ തകർന്ന് കിടക്കുകയായിരുന്നു. കനത്ത മഴ കാരണം അന്ന് ഭാരതപ്പുഴയിലത്തെ വെള്ളമൊക്കെ അവിടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പാലത്തിൻ്റെ മുകളിലൂടെ. അപ്പോൾ പാലത്തിൻ്റെ ഇപ്പുറത്ത് ബസ്സിടും, എന്നിട്ട് പിന്നെ പാലം കഴിഞ്ഞിട്ട് അപ്പുറത്തും ബസ്സിലങ്ങനെ പോവുക ചെയ്യാറ്. പട്ടാമ്പി സ്റ്റാൻഡിൽ നിന്ന് കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആയിട്ട് പോയിട്ടുമില്ല. അപ്പോൾ എങ്ങനെ അതിൻ്റെ അവസ്ഥയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കണ്ടത് കേട്ടോ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗതുകം തോന്നിയത്. അപ്പുറം വെള്ളം കൈവരിയൊക്കെ തകർന്ന് അതിനുള്ള സുരക്ഷയൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഒരു തീർത്ഥാടനത്തിന് പോണ പോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മുതുതല സ്കൂളിലെത്തി, കുഴപ്പമില്ല, നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്നൊക്കെ കഴിഞ്ഞു തിരിച്ചു പോന്നു. പിന്നെ ഇടയ്ക്കൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ. ഇപ്പം 2-3 ദിവസമായിട്ട് മഴയൊന്നുമില്ല. പിന്നെ പട്ടാമ്പി പാലം ഇന്ന് മുതലൊക്കെ തുറന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു റൂട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അതായത് ബസ്സുകൾ ഒരു വരിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരിട്ട് പിന്നെ അടുത്ത വാഹനങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത വിധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മഴക്കാറുണ്ടായിരുന്നു, വന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ പട്ടാമ്പി സ്റ്റാൻഡിലെത്തിയപ്പോൾ ലതിക ടീച്ചർ ബാഗ് വാങ്ങിക്കാനൊക്കെ ഇറങ്ങി കേട്ടോ. അതിനേക്കാളും മുന്നേ ഞങ്ങൾ ഒരു ബേക്കറിയിൽ കയറി, ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, പിന്നെ ലൈമൊക്കെ കുടിച്ചു. കഴിക്കാനൊന്നും വാങ്ങിച്ചില്ല. അതായത് അവിടെ നിന്ന് ഇറങ്ങണേക്കാളും മുന്നേ തന്നെ ചായയും പരിപ്പ് വടയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ലൈം മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ ബാഗ് വാങ്ങിക്കാൻ കയറി, നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ജ്യോതിലക്ഷ്മി ടീച്ചറുടെ കൂടെ കുഞ്ഞുമോളുണ്ടായിരുന്നു, ഭാനു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു. പിന്നെ തിരിച്ച് പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറുമ്പോൾ നല്ല രസമായിരുന്നു. ശരിക്കും ഞാനിങ്ങനെ ഇവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവർ തിരിച്ചു എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂറിനൊക്കെ പോണ പോലെ നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. അതായത് പാലം കടന്നിട്ട്. പിന്നെ പാലം കടന്ന് വരുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ വേഗം ബസ്സിൽ ചാടി കയറി പോന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. അപ്പോൾ എനിക്കിനി എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും വീഡിയോസ് കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും ഷെയറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പിന്നെ മഴയുടെ കെടുതിയൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കണു. മഴ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നല്ല വെയിലൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഒരുപാട് കമൻറ്റുകളൊന്നും എനിക്ക് കിട്ടാറില്ല. എന്നാലും എല്ലാവരും എനിക്ക് കമൻറ്റൊക്കെ ഇടാൻ ശ്രദ്ധിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകുമ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ജ്യോതിലക്ഷ്മി ടീച്ചർ നല്ല കാറ്റായിരുന്നു, നല്ല കാറ്റും ഒരു പ്രത്യേക ഇതായിരുന്നു. പക്ഷേ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ ഓരോന്നെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ. പക്ഷേ പോണ സമയത്ത് അതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷത്തോടെ നല്ല ഹാപ്പിയോട് കൂടിയിട്ടാണ് പോയത്. അപ്പോൾ വീണ്ടും പറയുകയാണ്, എനിക്കെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.